Hi, Namakli. It's me, Sribhama SB. So today we are going to discuss about the important topic mixtures. എന്താണ് what is mixture? Mixture എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെറ്റീരിയൽ ഹാവിംഗ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ ആർ കോൾഡ് മിക്സേഴ്സ് അല്ലേ. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് നമ്മളൊരു പിസ്സ കഴിച്ചു. പിസ്സയ്ക്കൊക്കെ എന്തൊക്കെയുണ്ട് മക്കളെ? ചീസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, അതേപോലെ പല ഐറ്റംസും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന പല ഫുഡ് ഐറ്റംസ് നോക്കുമ്പോൾ പല സബ്സ്റ്റൻസുകൾ മിക്സഡ് ആയിട്ടാണ് അതിൽ വരുന്നത്. അപ്പൊ ഇതുപോലെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മിക്സേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മോസ്റ്റ്ലി ഏത് ഫുഡ് ഐറ്റംസ് നോക്കിയാലും അതിനകത്ത് 2 or more സബ്സ്റ്റൻസുകൾ എന്തായാലും അതിനകത്ത് ഉണ്ട് അല്ലേ. സോ അങ്ങനെയുള്ളതിനെ നമ്മൾ മിക്സേഴ്സ് എന്ന് പറയുന്നു. ഇത് നോക്കണം മക്കളെ, മിക്സർ സോൾട്ട് സൊല്യൂഷൻ വെച്ചിട്ടുണ്ട്. ഈ സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു മിക്സർ ആണ്. കാരണം സോൾട്ടും വാട്ടറും, അപ്പൊ 2 or more സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് മിക്സറായി. സോൾട്ട് സൊല്യൂഷൻ ഒരു മിക്സർ ആണ്. 2 സബ്സ്റ്റൻസ് അവിടെ എന്താണ് ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എന്ത് ടൈപ്പ് മിക്സർ ആണ്? 2 ടൈപ്സ് ഓഫ് മിക്സേഴ്സ് ആണുള്ളത്, ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ്. ഹോമോജീനിയസ് മിക്സർ എക്സാമ്പിൾ ആണ് സോൾട്ട് സൊല്യൂഷൻ. വൈ? സോൾട്ട് വാട്ടറിൽ ആഡ് ചെയ്താലും അത് ഈക്വലി ഒരേപോലെ അല്ലേ മക്കൾ ഇരിക്കുക, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ യൂണിഫോം കോമ്പോസിഷൻ അല്ലേ ഇത് കാണിക്കുക. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ സോൾട്ട്, ഇവിടെ നോക്കുമ്പോൾ വാട്ടർ, അങ്ങനെയില്ല. കംപ്ലീറ്റ്ലി അത് ഡിസോൾവ് ചെയ്ത് ഈക്വലി ഇരിക്കുകയാണെങ്കിൽ, യൂണിഫോം കോമ്പോസിഷൻ കാണിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സർ എന്ന് പറയാം. അതേസമയം നമ്മൾ ചോക്ക് പൗഡറോ സാൻഡോ ഇട്ടിട്ടാണ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നെങ്കിലോ മക്കളെ അത് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കല് ചെയ്യുക. ഇവിടെ നോക്കുമ്പോൾ ചോക്ക് പൗഡർ ഇവിടെ ആയിരിക്കും, വാട്ടർ എങ്ങനെയായിരിക്കും. സോ സെപ്പറേറ്റ് ലെയർ ആയി തന്നെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള നമ്മൾ ഹെറ്ററോജീനിയസ് മിക്സർ എന്നാണ് പറയുക. ദ മിക്സർ ദാറ്റ് ഷോസ് സെയിം പ്രോപ്പർട്ടി ത്രൂ ഔട്ട്, എല്ലാവരുടെയും സെയിം പ്രോപ്പർട്ടി കാണിക്കുകയാണെങ്കിൽ that is called homogeneous mixture. നമ്മുടെ salt solution, sugar solution example. And the mixture that shows different property in different part ആണെങ്കിൽ heterogeneous mixture. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ അതിന് പറയാൻ പറ്റല്ലേ. അപ്പോൾ എക്സാമ്പിൾസ് അടക്കം പഠിച്ചു വയ്ക്കുക. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഹോമോജീനിയസിലെ കോഫി, വൈൻ, എയർ, ബ്രാസ്, സ്റ്റീൽ, നാച്ചുറൽ ഗ്യാസ്, ബ്ലഡ്, നമ്മുടെ ബ്ലഡ് ഒക്കെ എന്താ ഹോമോജീനിയസ് ആ. കാരണം ഇത് ഈക്വലി ഒരേപോലെയാണ്, എവിടെ നോക്കിയാലും സെയിം കോമ്പോസിഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുക. ഹെറ്ററോജീനിയസ് ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ചോക്ലേറ്റ് ചിപ്പ്, കുക്കീസ് ആൻഡ് പിസ്സ ആൻഡ് സാലഡ്, സാൻഡ്വിച്ച്, ബർഗർ, അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാമ്പിൾ ചെയ്തേക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കോമ്പോസിഷൻ നിങ്ങൾ മറക്കണ്ട. യൂണിഫോം കോമ്പോസിഷൻ ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലാസ് വൈ ചെയ്യുക, ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് മിക്സേഴ്സ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന പോർഷനാണ്. സോ ഇത് ക്ലിയർ ചെയ്താൽ നിങ്ങൾ പഠിച്ചു പോവാം. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ബാച്ചാണ് നമ്മുടെ നിഞ്ച ബാച്ച് പറയുന്നത്. നിഞ്ച ബാച്ചിൽ ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. ഇനാപ്പ് കമ്മ്യൂണിറ്റി, ലൈവ് ക്ലാസ് തുടങ്ങി പലതും ഉണ്ട്. സോ 3 രീതി പർച്ചേസിൽ ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ നോക്കി സെലക്ട് ചെയ്യുക. മിടുക്കരായിട്ട് ഒരു അക്കാഡമിക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.